അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കൈഫൽ ഹാൽ? എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞോ? എങ്കിൽ നമുക്ക് അടുത്ത പാഠം പഠിച്ചാലോ? ഇതുവരെ നമ്മൾ യൂണിറ്റ് 1 കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതാണ്? യൂണിറ്റ് 2. ഇതുവരെ എടുത്ത ഭാഗങ്ങളെല്ലാം ഈസി അല്ലേ? നിങ്ങൾക്കെല്ലാവർക്കും കഥയൊക്കെ നന്നായി മനസ്സിലായിട്ടില്ലേ? ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം. വെൽക്കം ടു മൈ ചാനൽ. ലെറ്റ്സ് ലേൺ ടുഗെദർ. യൂണിറ്റ് 2ൽ ഏതൊക്കെ പാഠങ്ങളുണ്ട്? അൽ വഹദ അസാനിയ. സാനിയ എന്ന് വെച്ചാൽ എന്താണ്? രണ്ടാമത്തെ യൂണിറ്റ്. ഒന്നാമത്തെ പാഠത്തിൻ്റെ പേരെന്താണ്? ബൗ ബൗ. 2 സമക്കത്തി. 3 അന ഖൈത്തുൻ. അപ്പോൾ നമുക്ക് 3 പാഠങ്ങളാണ് പഠിക്കാനുള്ളത്. ബൗ ബൗ എന്ന ശബ്ദമുണ്ടാക്കാറ് ആരാണ്? നായ അല്ലേ? നായക്ക് നമുക്ക് കെൽബുൻ എന്ന് പറയാം. ഇനി സമക്കുൻ എന്താണ്? നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ചേർത്ത് കഴിക്കുന്നതാണ്. സമക്കുൻ ഫിഷാണ്. ഇനി ഖൈത്തുൻ എന്താണ്? അന ഖൈത്തുൻ. ഖൈത്തുൻ നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരാളാണ്. ആരാണ്? ഖൈത്തുൻ പൂച്ച. അന ഖൈത്തുൻ ഞാൻ പൂച്ചയാണ്. ഞാനാണ് പൂച്ച. അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗങ്ങളാണ് പഠിക്കാനുള്ളത്. ഓരോ പാഠങ്ങളായി നമുക്ക് പഠിച്ചു പോകാം. ഒന്നാമത്തെ പാഠത്തിൻ്റെ പേരെന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ഒന്ന് വായിച്ചേ. ബൗ ബൗ. ബൗ ബൗ. ആരാണ് ബൗ ബൗ എന്ന് ശബ്ദമുണ്ടാക്കാറ്? നമ്മളിപ്പോൾ പറഞ്ഞല്ലേ, നായാണ്, ഡോഗാണ് ബൗ ബൗ എന്ന് കുറച്ച് ശബ്ദമുണ്ടാക്കാറ്. ഇനി ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ഒരു ആൺകുട്ടി തോളിലൊരു പൂച്ചയെ എടുത്ത് നടന്നു പോവുകയാണല്ലേ. ഒരു ദിവസം ഈ കുട്ടിയുടെ പേരെന്താണെന്നറിയാമോ? ഈ കുട്ടിയുടെ പേരാണ് സ്വാലിഹ്. സ്വാലിഹ് ഒരു ദിവസം മദ്രസ വിട്ട് സ്കൂള് കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ്. ആരാണ് അവൻ്റെ കൂടെയുള്ളത്? അവൻ്റെ കൂടെ ഒരു പുതിയ കൂട്ടുകാരനാണ്. ആരാണ് ചിത്രത്തിൽ? ആരാണ് സ്വാലിഹിൻ്റെ കൂടെയുള്ളത്? ഒരു പൂച്ചയാണല്ലേ. പൂച്ചയ്ക്ക് നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? ഖൈത്തുൻ. ഇന്നഹു ഖൈത്തുൻ. അതൊരു ചെറിയ പൂച്ചയാണല്ലേ സ്വാലിഹിൻ്റെ തോളിലുള്ളത്. അങ്ങനെ സ്വാലിഹ് പൂച്ചയും കൂട്ടി സ്കൂളിൽ നിന്ന് മടങ്ങി വീട്ടിലേക്ക് എത്തുമ്പോഴാണ് ഒരു ശബ്ദം കേൾക്കുന്നത്. എന്താണ് കേട്ടത്? ബൗ ബൗ ബൗ. നിങ്ങളൊന്നാ ശബ്ദം ഉണ്ടാക്കിക്കേ. ഈ ശബ്ദം നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണല്ലേ. നമുക്ക് ചുറ്റും കുറേ ഡോഗ്സ് ഉണ്ട്. ആ ഡോഗിൻ്റെ ഒക്കെ ശബ്ദം നമ്മൾ കേൾക്കാറില്ലേ? അങ്ങനെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. സ്വാലിഹ് വരുന്നത് കണ്ട പാടത്തന്നെ ആ നായ ഓടി വന്നു. സ്വാലിഹ് അപ്പോൾ പൂച്ചയെ നായക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. പൂച്ചയെ തിരിച്ച് നായയെ പൂച്ചയ്ക്കും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ആ ചിത്രത്തിൽ എന്തൊക്കെയാണുള്ളത്? ഒരു വീടുണ്ട്, അത് സ്വാലിഹിൻ്റെ വീടാണല്ലേ. പിന്നെ ചുറ്റും പല മൃഗങ്ങളുമുണ്ട്. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ നായ വേഗം മുന്നോട്ട് വന്നിട്ട് സ്വാലിഹ് പൂച്ചയോട് പറയാണ്, ഹാദാ കെൽബുൻ. എൻ്റെ കൂടെ ഒന്ന് വായിച്ചേ. ഹാദാ കെൽബുൻ. കെൽബുൻ ആരാണ്? ഡോഗ്, നായാണല്ലേ. ഹാദാ കെൽബുൻ. ഇതൊരു നായയാണ്. പൂച്ചയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത് എന്ന്. നായ അതുകൊണ്ട് നോക്കി നിൽക്കുന്നുണ്ടല്ലേ. സ്വാലിഹിൻ്റെ കൂടെ ആരാ ഇപ്പോൾ? പുതിയൊരു അതിഥി. അവരെല്ലാവരും ഒന്നിച്ചുള്ള വീട്ടിലേക്ക് ഒരു പുതിയ അതിഥി കൂടി വന്നിട്ടുണ്ട്. അവരെല്ലാവരും പൂച്ചയെ സ്വീകരിച്ചല്ലേ. എല്ലാവരും വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ ഉണ്ട് പുതിയ അതിഥി ആരാണെന്നറിയാൻ. ഇനി അവരെങ്ങനെയാണ് പൂച്ചയെ സ്വീകരിച്ചതെന്ന് നോക്കിയാലോ. അവർ നല്ല പാട്ടൊക്കെ പാടിക്കൊണ്ടാണ് സ്വീകരിച്ചത്. എന്താണ് പാടിയത്? അഹ്ലൻ അഹ്ലൻ ഖിത്തി ഖിത്തി അഹ്ലൻ സഹ്ലൻ യാ ഖിത്തി. ഒന്നുകൂടി പാടിക്കേ. ഇനി നമുക്ക് ഒരുമിച്ച് പാടി പൂച്ചയെ സ്വീകരിക്കാം. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ പാടിയേ. അഹ്ലൻ അഹ്ലൻ ഖിത്തി ഖിത്തി അഹ്ലൻ സഹ്ലൻ യാ ഖിത്തി. അവരെല്ലാവരും കൂടെ പൂച്ചയെ സ്വാഗതം ചെയ്ത് പാട്ട് പാടിയതാണ്. പൂച്ചയ്ക്ക് നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് പാട്ട് പാടിയതാണ്. ആരൊക്കെയോ ഉണ്ടല്ലേ ഈ മുറ്റത്ത്.
നിങ്ങൾക്കറിയാവുന്ന മൃഗങ്ങളുടെയും പക്ഷികളുടെയും പേരൊക്കെ ഒന്ന് പറഞ്ഞേ. ഈ ചിത്രത്തിൽ കാണുന്നവരിൽ ആരൊക്കെ നിങ്ങൾക്കറിയാം? നിങ്ങളെല്ലാവരും ഒന്നുകൂടി എൻ്റെ കൂടെ പാടിക്കേ. ഇങ്ങനെ വേണം ഒരാളെ നമ്മൾ വീട്ടിലേക്ക് സ്വീകരിക്കാൻ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പാടി നോക്കിയാലോ? അഹ്ലൻ അഹ്ലൻ ഖുത്തി ഖുത്തി അഹ്ലൻ സഹ്ലൻ യാ ഖുത്തി. പൂച്ചക്ക് വളരെയധികം സന്തോഷമായിട്ടുണ്ടാകുമല്ലേ? എത്ര പേരാണ് അവനെ സ്വീകരിക്കാനായി മുൻപിൽ നിൽക്കുന്നത്. അങ്ങനെ വീട്ടിലുള്ള എല്ലാവരും കൂടെ ചേർന്ന് പുതിയ കൂട്ടുകാരനെ സ്വീകരിച്ചു. നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നാൽ നമ്മൾ വീട്ടിലേക്ക് സൽക്കരിച്ചിരുത്തിയാൽ മാത്രം മതിയോ? പോരാ അല്ലേ? എന്തെങ്കിലുമൊക്കെ അവർക്ക് കഴിക്കാൻ കൊടുക്കണം. കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചത് ഓർമ്മയുണ്ടോ? താൽ എന്ന പാഠത്തിൽ സിംഹത്തിനെ ഖറൂഫ് വീട്ടിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയി വളരെ നല്ല ഭക്ഷണമൊക്കെ നൽകിയാണല്ലേ പറഞ്ഞയച്ചത്. അതുപോലെ തന്നെയാണ് ഇവരുടെ വീട്ടിലേക്ക് വന്ന പുതിയ അതിഥിക്ക് അവരെന്താണ് നൽകുന്നത്? തഫല്ലൽ ഹലീബ്. ഒന്ന് വായിച്ചേ. തഫല്ലൽ ഹലീബ്. തഫല്ലൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലീസ് എടുത്തോളൂ, കഴിച്ചോളൂ എന്നൊക്കെ വളരെ ആദരപൂർവ്വം പറയുകയാണ്. ഇത് കഴിച്ചോളൂ, ഇത് കുടിച്ചോളൂ എന്ന് ആദരപൂർവ്വം പറയുകയാണ്. ഹലീബ് എന്താണ്? ഹലീബ് എന്ന് വച്ചാൽ പാൽ. നിങ്ങളെല്ലാവരും പാലൊക്കെ കുടിക്കാറുണ്ടോ? പാലൊക്കെ കുടിച്ചാലേ നല്ല ശക്തിയുള്ളവരും ബുദ്ധിയുള്ളവരുമായിട്ട് വളർന്ന് വലുതാവാൻ പറ്റുള്ളൂ. പാലൊക്കെ കുടിച്ചു. പാല് എങ്ങനെയുള്ളതാണ്? ഖൈത്ത അഭിപ്രായം പറയുന്നുണ്ട്. ഹലീബ് ലദീദ്. ഹലീബ് ലദീദ് എന്നുവെച്ചാൽ നല്ല രുചിയുള്ള പാല്. വിരുന്നുകാരന് അതിഥി കൊടുത്ത പാല് കൊയ്ത്തിന് നന്നായി ഇഷ്ടപ്പെട്ടല്ലേ? അപ്പോൾ തന്നെ വേഗം അഭിപ്രായവും അറിയിച്ചു. ഹലീബുൻ ലദീദ്, നല്ല സ്വാദേറിയ പാല്. ഇനി താഴെ ചിത്രത്തിൽ ആരെയാണ് കാണുന്നത്? കെൽബുൻ ഹലീബുൻ. കെൽബുൻ ആരാണ്? നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. കെൽബുൻ ഡോഗ് അല്ലെങ്കിൽ നായ. നമ്മുടെ വീടിന് ചുറ്റുപാടും നമ്മൾ കാണുന്നതല്ലേ. ഇനി ആ ഗ്ലാസ്സിൽ എന്താണുള്ളത്? ഹലീബ്. ഹലീബുൻ എന്ന് വെച്ചാൽ പാല്. ഇനി എല്ലാവരും മറക്കുമോ? ഇനി നിങ്ങൾ പാല് കുടിക്കുമ്പോൾ എന്ത് പറയണം? അല്ലെങ്കിൽ ഉമ്മയോട് പാൽ എങ്ങനെ ചോദിക്കണം? ഹലീബ് ഹലീബ് എന്ന് പറയണം കേട്ടോ. ഈ വാക്കുകളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഉമ്മയ്ക്കും കൂടെ പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് അറബി സംസാരിക്കാൻ സുഖമായില്ലേ? കൊച്ചു കൊച്ചു വാക്കുകളിൽ നിന്നാണ് വലിയ വാക്യങ്ങളിലേക്ക് മാറുന്നത്. അപ്പോൾ ഇത്തരം വാക്കുകളൊക്കെ നിങ്ങളെല്ലാവരും മനഃപ്പാഠമാക്കുന്നില്ലേ? മനഃപ്പാഠം മാത്രമാക്കിയാൽ പോരാ, നിത്യേന ഉപയോഗിച്ചും നോക്കണം. ഇനി വീട്ടിൻ്റെ മുറ്റത്ത് ഒരു നായയെ കാണുമ്പോൾ നായ എന്ന് മാത്രം പറയാതെ കെൽബുൻ എന്നും കൂടെ പറയണം. പാല് കുടിക്കുമ്പോൾ അപ്പോൾ എന്ത് പറയും? ഹലീബ്. ഓക്കെ. ഇനി നിങ്ങളെല്ലാവരും അടുത്ത ഭാഗം നോക്കിക്കേ. നർസുമു വനുലവ്വിനു. നമുക്ക് വരയ്ക്കാം, നിറം നൽകാം, കളറും കൊടുക്കണം, വരയ്ക്കുകയും വേണം. ഇതേതാണ് അക്ഷരം? ഇവിടെ തന്നത് ചുവന്ന നിറത്തിൽ തന്നത് ഏതാണ് അക്ഷരം? കാഫ് ആണല്ലേ. എന്നാൽ നിങ്ങളൊന്ന് നോക്കിക്കേ. കാഫ് 2 വിധത്തിൽ എഴുതിയിട്ടുണ്ട്. അതെന്താണ് അങ്ങനെ? ആദ്യം നൽകിയത് നമ്മളൊരു വാക്കിൻ്റെ അവസാനത്തിൽ കാഫ് എഴുതുന്ന രൂപമാണ്. അല്ലെങ്കിൽ കാഫ് ഒറ്റയ്ക്ക് നമ്മൾ ആൽഫബറ്റ്സിൽ കാണുന്ന രീതിയാണ്. പക്ഷേ രണ്ടാമത് തന്ന ചിത്രം നോക്കിക്കേ. അത് നമ്മൾ കാഫ് ഒരു വാക്കിൻ്റെ തുടക്കത്തിലോ നടുവിലോ ഒക്കെ ആയിട്ട് എഴുതുന്ന രൂപമാണ്. ഇനി നിങ്ങളെല്ലാവരും ഇതിൻ്റെ മേലെ കൂടെ ഒന്ന് എഴുതിക്കേ. ആരോ മാർക്ക് ശ്രദ്ധിച്ച് അതുപോലെ മേലെ കൂടെ കാഫ് എഴുതുക. അത് കഴിഞ്ഞ് തൊട്ടടുത്ത കാഫിന് നിങ്ങൾക്കിഷ്ടമുള്ള ഒരു കളറും കൊടുക്കുക. കൊടുത്തോ? എല്ലാവരും ചെയ്തു നോക്കണം. ഇനി അതിന് താഴെ എന്താണ്? നഖ്താറു കാഫ് വനർസുമു ദായിറ. ഈ താഴെ തന്നിരിക്കുന്ന 3 വാക്കുകളിൽ നിന്ന് കാഫ് കണ്ടെത്തി അതിനൊരു വട്ടം വരയ്ക്കാനാണ്. ആദ്യത്തെ വാക്കെന്താണ്? കിതാബുൻ. രണ്ടാമത്തേതോ? ഷക്ലുൻ. മൂന്നാമത്തേത് ദീക്കുൻ. 3 വാക്കാണല്ലേ ഇവിടെ നൽകിയത്. ഇതിൽ നിന്നൊന്ന് കാഫ് കണ്ടെത്തി വട്ടം വരച്ചേ.
ഒന്നാമത്തേത് കിതാബുൻ, 2 ഷക്കലുൻ, 3 ദീക്കുൻ. ഇതിൽ കാഫ് എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ ഒന്ന് റൗണ്ട് ചെയ്യണം. എല്ലാവരും ചെയ്തില്ലേ? എല്ലാവർക്കും മനസ്സിലായോ? ഇനി നമുക്ക് അടുത്ത വർക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേ, നംലൗസല്ല ബിൽ കാഫി. താഴെ ഒരു കൊട്ടയുണ്ടല്ലേ? ഈ കുട്ട നിറയെ എന്തുകൊണ്ട് നിറയ്ക്കണം? കാഫ് കൊണ്ട് നിറയ്ക്കണം. അപ്പം അതിന് ചുറ്റും നൽകിയിരിക്കുന്ന റൗണ്ടിൽ നൽകിയിരിക്കുന്ന വാക്കുകളൊന്ന് ശ്രദ്ധിച്ചേ. അതിൽ നിന്ന് കാഫ് ഉള്ളതിനെ മാത്രം കുട്ടയിലേക്ക് വരച്ചു ചേർക്കുക. ഏതൊക്കെയാണ്? 1 മുതൽ ഞാൻ വായിക്കാം. ശുക്രൻ, തമ്രുൻ, കിതാബുൻ, അർണബുൻ, കെൽബുൻ, ബാബുൻ, മലിക്കുൻ. ഇത്രയും വാക്കുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് കാഫ് ഉള്ളതിനെ മാത്രം കുട്ടയിലേക്ക് വരച്ചു ചേർത്താൽ മതി. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിക്കേ. ഇങ്ങനെയാണല്ലേ. ഇവിടെ എത്ര വാക്കുണ്ട്? ശുക്രൻ, കിതാബുൻ, കെൽബുൻ, മലിക്കുൻ. 4 വാക്കുകളാണല്ലേ കാഫ് ഉള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് കാഫ് എന്ന അക്ഷരം നന്നായി മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മൾ കാഫ് എന്ന അക്ഷരത്തെ നന്നായി മനസ്സിലാക്കിയല്ലേ? ഇനി അടുത്ത അക്ഷരം നോക്കിയാലോ? നർസുമു വനുലവ്വിനു. ഇതേതാണ് അക്ഷരം? ഹ. ഹലീബിൻ്റെ ഹ. ഹലീബുൻ എന്തായിരുന്നു? പാൽ. അപ്പോൾ ഹലീബിൻ്റെ ഹ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി ആദ്യം തന്ന ഹാൻ്റെ തൊട്ടടുത്തുള്ള ഹാൻ്റെ മേലെ കൂടെ ഒന്ന് വരച്ചേ. മേലെ കൂടെ വരച്ച് കളറും കൊടുക്കണം. അങ്ങനെ എഴുതി പരിചയപ്പെടാം. ഇനി അതിൻ്റെ താഴെയുള്ള വർക്കൊന്ന് നോക്കിക്കേ. കണ്ടെത്തി ഹാഇന് വട്ടം വരയ്ക്കാനാണ്. ലൗഹുൻ, ഹെബലുൻ, ബഹറുൻ, മിൽഹുൻ. എല്ലാവരും അതൊന്ന് ചെയ്തു നോക്കണം. ഇനി ഇതെന്താണ് വർക്ക്? ഇവിടെ ഹാഇനെ വലുതാക്കി ഒരു ചിത്രത്തിൽ തന്നിട്ടുണ്ട്. ചുറ്റും അക്ഷരങ്ങളാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളതിൽ എന്ന് നൽകിയിട്ടുള്ള ഭാഗത്തിന് മാത്രം കളർ നൽകുക. അങ്ങനെ കളർ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് അവസാനം കിട്ടുക എന്ന് നമുക്ക് നോക്കിയാലോ? എല്ലാവരും എന്ന ഭാഗം മാത്രം നിറം കൊടുക്കുക. ബാക്കി ഒരു ഭാഗവും കൊടുക്കരുത്. നുലവ്വിനു ഹാഇനാണ് കൊടുക്കേണ്ടത്. ഹാഇന് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ചിത്രം ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ നോക്കിക്കേ, എന്താണ് കിട്ടിയത്? നമുക്കൊരു വലിയ കിട്ടിയല്ലേ? കുറേ കുഞ്ഞു കുഞ്ഞു ഹാകൾക്ക് കളർ കൊടുത്തപ്പോൾ എന്താണ് കിട്ടിയത്? ഒരു വലിയ എന്ന അക്ഷരം കിട്ടി. നമ്മൾ ഹാവും കാഫും പഠിച്ചു കഴിഞ്ഞല്ലേ? ഇനി എന്താണ്? നുലവ്വിനു വനഖ്റഉ. ചിത്രത്തിൽ ആരാണുള്ളത്? ഒരു കുഞ്ഞു നായ്ക്കുട്ടി ഉണ്ടല്ലേ? ഈ നായ്ക്കുഞ്ഞിന് നിങ്ങളെല്ലാവരും നിങ്ങൾക്കിഷ്ടമുള്ള കളർ നൽകണം. ഇനി തൊട്ടടുത്ത് എന്താണ് നൽകിയത്? നായയുടെ അറബി പേര് ഒന്ന് വായിച്ചേ. കെൽബുൻ. ഒന്നുകൂടി എൻ്റെ കൂടെ വായിച്ചേ. കെൽബുൻ. ഇനി അതിൻ്റെ തൊട്ടടുത്തായി എന്താണ് നൽകിയിട്ടുള്ളത്? കാഫ് നമ്മൾ എഴുതുന്ന 2 രൂപം. ഒന്ന് നമ്മൾ ലാം എഴുതി അതിൻ്റെ ഉള്ളിൽ കുഞ്ഞ അംസ കൊടുത്ത രൂപത്തിലും, രണ്ടാമത് കാഫ് മറ്റൊരു വിധത്തിലും. ഇനി നിങ്ങൾ കാഫ് ഏത് വാക്കിൽ കണ്ടാലും തിരിച്ചറിയില്ലേ? ടെക്സ്റ്റ് ബുക്കും വർക്ക് ബുക്കും ഒരുമിച്ചാണ് വീഡിയോയിലുള്ളത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ഭാഗം കഴിഞ്ഞാൽ നിങ്ങൾ വർക്ക് ബുക്ക് നോക്കണം. ഇനി അടുത്ത ആക്ടിവിറ്റി എന്താണ്? ഒരു ചിത്രം തന്നിട്ടുണ്ടല്ലേ? ഇവിടെ നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? നുസായിദുൽ കൽബ ലിൽ വുസൂലി ഇലൽ അളമി. ആദ്യം ആരാണുള്ളത്? ഒരു നായ ഉണ്ടല്ലേ? ഈ നായയെ നമ്മൾ എവിടേക്കാണ് എത്തിക്കേണ്ടത്? എല്ലിൻ കഷ്ണത്തിലേക്ക്. നായയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്താണ്? എല്ലാണല്ലേ? അപ്പോൾ നമ്മൾ നായയെ എല്ലിലേക്ക് എത്തിക്കണം. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? എല്ലാവരും ആ കാഫിൻ്റെ മേലെ കൂടെ ഒന്ന് വരച്ചു നോക്കിക്കേ. അപ്പോൾ കൃത്യമായ വഴി നമുക്ക് കാണിക്കാൻ പറ്റും. എങ്ങനെയാണത്? നിങ്ങൾ ചെയ്തു നോക്കിയോ? ഇതുപോലെ എല്ലാവരും ഒന്ന് നിങ്ങളുടെ പുസ്തകത്തിൽ ചെയ്തു നോക്കൂ. എല്ലാവരും വഴി കാണിക്കണം. ഇനി അടുത്ത വർക്ക് എന്താണ് നമ്മുടെ വർക്ക് ബുക്കിലുള്ളത്? കാഫ് എന്ന അക്ഷരം പരിചയപ്പെടാനും എഴുതി പഠിക്കാനുമാണ്. കാഫ്
കെൽബുൻ. ചിത്രത്തിൽ ആരാണുള്ളത്? കെൽബുൻ. ഇനി എല്ലാവരും ഒന്ന് കാഫ് എഴുതി നോക്കിക്കേ. കാ ഫത്ഹ കാ, കാ കെസ്റ കി, കാ ലൊമ്മ കു. ഇങ്ങനെ താഴെ വരെ ആ പേജ് മുഴുവനും നിങ്ങളുടെ ടെക്സ്റ്റിൽ എഴുതി നോക്കണം. എല്ലാവരും എഴുതി നോക്കിയാലേ നമുക്ക് അക്ഷരങ്ങൾ നന്നായി പഠിക്കാൻ കഴിയുകയുള്ളൂ. ഇനി തൊട്ടടുത്ത പാഠത്തിൽ എന്താണ്? ഈ പേജിൽ എന്താണ് കാണുന്നത്? ഹെമാമത്തുൻ. ഹെമാമത്തുൻ ആരാണ്? പ്രാവാണല്ലേ. ആ ചിത്രത്തിൽ ആരെയാണ് നമ്മൾ കാണുന്നത്? പ്രാവിനെയാണ്, അല്ലെങ്കിൽ ഡോവ്. ഹെമാമത്തുൻ എന്ന വാക്ക് ഏത് അക്ഷരം കൊണ്ടാണ് തുടങ്ങുന്നത്? ഹ കൊണ്ടാണല്ലേ. ഇനി നിങ്ങളെല്ലാവരും ഒന്ന് എഴുതി നോക്കിക്കേ. ഹ ഫത്ഹ ഹ, ഹ കെസ്റ ഹി, ഹ ലൊമ്മ ഹു. ഇങ്ങനെ വായിച്ച് വായിച്ച് എഴുതി നോക്കണം. എഴുതുന്നതോടൊപ്പം തന്നെ വായിച്ചുകൊണ്ട് തന്നെ എഴുതണം. എങ്കിലേ നമുക്ക് നന്നായി പഠിക്കാൻ കഴിയുകയുള്ളൂ. ഇതുപോലെ അവസാനം വരെ എല്ലാവരും എഴുതി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അധ്യാപകർക്ക് കാണിച്ചു കൊടുക്കണം. അവർ നിങ്ങളുടെ തെറ്റുകളൊക്കെ ശരിയാക്കി തരുന്നതാണ്. ഇനി നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ അക്ഷരങ്ങളും ഒന്ന് നോക്കിയാലോ? ആദ്യം ഏതാണ് കാണുന്നത്? അലിഫാണല്ലേ. അലിഫ് അംസ ഫത്ഹ ആ, അലിഫ് അംസ കെസ്റ ഇ, അലിഫ് അംസ ലൊമ്മ ഉ. ഇനിയോ? ബ ഫത്ഹ ബ, ബ കെസ്റ ബി, ബ ലൊമ്മ ബു. അടുത്തതോ? ത ഫത്ഹ ത, ത കെസ്റ തി, ത ലൊമ്മ തു. ഇനി തൊട്ടടുത്ത അക്ഷരം ഏതാണ് മേലെ നൽകിയത്? നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. ക ഫത്ഹ ക, ക കെസ്റ കി, ക ലൊമ്മ കു. ഇനി അതിന് താഴെയുള്ളതോ? ഹ ഫത്ഹ ഹ, ഹ കെസ്റ ഹി, ഹ ലൊമ്മ ഹു. എല്ലാവരും നന്നായി വായിച്ചു നോക്കണം. ഇത്രയും അക്ഷരങ്ങൾ പഠിച്ചതിൽ നിങ്ങൾക്ക് സംശയങ്ങളൊന്നുമില്ലല്ലോ? എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. എല്ലാവരും ടെക്സ്റ്റ് ബുക്കും വർക്ക് ബുക്കും നന്നായി ചെയ്തു പഠിക്കണം. എങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ, മഅസ്സലാമ.